VS. അതെ, അത്തരത്തിൽ ജനങ്ങളെ പറയാൻ പ്രേരിപ്പിക്കുന്ന എന്താണ് VS-നകത്ത് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ ഏറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ സമര നായകൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇപ്പോൾ സുരഭിയുണ്ട് നമ്മളോടൊപ്പം. ശ്രീമതി സുരഭി, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ അനന്തപുരിയുടെ മണ്ണിൽ നിന്നും VS അച്യുതാനന്ദൻ വിടവാങ്ങിയിരിക്കുന്നു. തിരുവനന്തപുരം കൊടുത്ത സ്നേഹം അത്രത്തോളമാണ്. അത്തരത്തിൽ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിച്ചിരുന്നു? തീർച്ചയായും മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 5 വർഷം അദ്ദേഹം നമ്മൾക്ക് ഒരുപാട് സഹായങ്ങൾ എന്ന് പറഞ്ഞാല് എനിക്കറിയില്ല, ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 16 വയസ്സേ എനിക്കുള്ളൂ. ഞാൻ CM-നെ കാണാൻ വേണ്ടി, അതായത് അത്രയും ബുദ്ധിമുട്ടും സാഹചര്യം മോശമായപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പോയി. അദ്ദേഹം പറഞ്ഞിട്ട് വാക്കുണ്ട്, എന്ത് പറഞ്ഞു, 16 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. ഒരു കാരണം വെച്ചാല് ഇപ്പോ പഠിക്കാൻ കഴിയുന്നതെങ്കിൽ നീ പഠിക്കൂ, നമ്മള് ഗവൺമെന്റിന്റെ എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അത് സാമ്പത്തിക സഹായം, വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് അച്ചുമാമൻ, അന്ന് ഞാന് സഖാവിനെ സാറെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു, മോളെ മുത്തച്ഛന്റെ പ്രായമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിനക്ക് വേണ്ടുന്ന എല്ലാ പ്രൈവറ്റ് സെക്രട്ടറിയോട് ചോദിച്ചു. സ്ഥല സ്റ്റേഷനിൽ വിളിച്ചിട്ട് പറഞ്ഞു, കുട്ടിക്ക് വേറെ ആരും ഇല്ല, ഒരമ്മ മാത്രമേ ഉള്ളൂ സഹായത്തിന്. നിങ്ങൾ നന്നായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിക്കുക. കഴിവതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ പോയി അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ CM-ന്റെ ഓഫീസിൽ വിളിച്ച് അറിയിക്കാൻ. അത് കാരണം അത്രയും 5 വർഷം എനിക്ക് തോന്നുന്നു 5 വർഷം 4 വർഷം ഞാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തെ കാണാൻ. ഒരു തവണയെങ്കിലും ഞാൻ അച്ചുമാമനെ കാണാൻ വേണ്ടിട്ട് ഞാൻ പോയിട്ടുണ്ട്. നല്ല ഒരു എന്താ പറയാ, അദ്ദേഹം ഉള്ളത് കൊണ്ട് ഇന്നിപ്പോ ഞാനും എന്റെ അമ്മയും അല്ലെങ്കിൽ തന്നെ ഈ പാവപ്പെട്ട ജീവിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ ആ ഒരു സാഹചര്യമാണ്. അത് എങ്ങനെ തീർച്ചയായും അത്തരത്തിൽ ഒരു കുടുംബത്തിനെ കരകയറ്റിയതിൽ എത്രത്തോളം കുടുംബങ്ങളെ, 1 2 അല്ല, എണ്ണിയാലൊടുങ്ങാത്ത കുടുംബങ്ങളെ കരകയറ്റിയിട്ടുള്ള VS അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അവർക്കൊന്നും താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ അവരുടെ ജീവിതങ്ങൾ അതിൽ എത്രയോ വലിയ ഭാഗമാകാൻ അത്തരത്തിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ പ്രഭാകരൻ നമ്മളോടൊപ്പം ചേരുന്നു. പ്രഭാകരൻ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? പ്രഭാകരൻ, കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് VS അച്യുതാനന്ദനെ താങ്കൾ ഓർത്തെടുക്കുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ. സഖാവ് VS എന്ന് പറയുന്ന ഒരു സഖാവ് ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അത്രയും പ്രിയപ്പെട്ട ഒരു സഖാവാണ്.
സഖാവ് മുഖ്യമന്ത്രി ആയതിനു ശേഷം ഷൊർണൂർ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓർമ്മകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരിക്കലും മനസ്സിന്ന് ഒരിക്കലും മറക്കാത്തൊരു സഖാവാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഒരു സഖാവ് എന്ന് തന്നെ പറയാം. വിപ്ലവം കേൾക്കാണ്ട് ഷൊർണൂരിൽ നിന്നും പ്രഭാകരനാണ്. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനഹൃദയങ്ങളിൽ നിന്നും മായാത്ത ഒരു നേതാവായി അദ്ദേഹം ഇന്നും നിലകൊള്ളും എന്ന് പ്രഭാകരൻ പറയുന്നു. അത്തരത്തിൽ നമ്മളെ ഇന്ന് വിളിച്ച മുഴുവൻ ആളുകൾക്കും ഒരുപക്ഷെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത ചില മനുഷ്യർക്ക് പോലും എന്തായിരുന്നു VS എന്നുള്ളത് അവരുടെ വാക്കുകളിലുണ്ട്, അവരുടെ ജീവിതങ്ങളിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്ത് നിന്നുള്ള വിലാപ യാത്ര അങ്ങനെ പുരോഗമിക്കുകയാണ്. തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ സാധിച്ചിരുന്നു. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹവുമായി താങ്കൾക്ക് കണ്ടുമുട്ടാൻ, അങ്ങനെ എന്തെങ്കിലും അദ്ദേഹവുമായുള്ള ഒരു ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? നിന്നും സജിലേഷ് ചേരുന്നു. സജിലേഷ്, എങ്ങനെയാണ് ഈ VS എന്ന രണ്ടക്ഷരത്തെ താങ്കൾ ഓർക്കുന്നത്? VSനെ അനുസ്മരിക്കുമ്പോൾ ഒരു സമരത്തിനായി ജന്മം കൊണ്ട ഒരു മനുഷ്യൻ എന്നാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. സമരത്തിനായി നിയോഗിക്കപ്പെട്ട ആ മനുഷ്യന്റെ വിയോഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു പോരാളി തന്നെയായിരുന്നു. എതിർക്കുന്നവർക്ക് മാത്രമല്ല പോരാട്ടത്തിൽ മുറിവ് പറ്റുക, ആരാണോ എതിരാളികൾക്ക് മാത്രമല്ല എതിർക്കുന്നവനും മുറിവ് പറ്റും. അങ്ങനെ പാർട്ടിക്ക് അകത്തു നിന്ന് കൊണ്ട് പ്രവർത്തിക്കുമ്പോഴും പാർട്ടിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴും ഒരുപാട് തവണ അദ്ദേഹത്തിന് മുറിവേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, മൂന്നാറിലും മതികെട്ടാനുള്ള മറ്റുള്ള സുരനിലെ കേസ്, അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോഴും ചിലതൊക്കെ വിജയം കണ്ടിട്ടുണ്ട്, ചിലതൊക്കെ വിജയ തീരത്തേക്ക് അടുപ്പിക്കാനും അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പാർട്ടി വിട്ടുപോകുമെന്ന് എതിരാളികൾ പറഞ്ഞ സമയത്ത് പോലും ഉറച്ച പാർട്ടി ബോധത്തോടു കൂടി നിന്നുകൊണ്ട് പാർട്ടിക്ക് അകത്തുള്ള പ്രശ്നങ്ങളെയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും ഒരേപോലെ ധീരമായി ഇടപെട്ടുകൊണ്ട് കേരള രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് തന്നെ വരാനിരിക്കുന്ന തലമുറകൾക്ക് ഒരു പാഠപുസ്തകമാക്കുന്ന രീതിയിലുള്ള ധീര പോരാട്ടം കാഴ്ചവെച്ച VSന് അഭിവാദ്യം അർപ്പിക്കുന്നു. അങ്ങനെയാണ് ഞാൻ VSനെ ഓർത്തെടുക്കുന്നത്. എല്ലാ നേതാക്കന്മാരെയും കാലം അനുസ്മരിക്കാറില്ല, എങ്കിലും VSനെ പോലെയുള്ള വളരെ വിരലിടന്നാവുന്ന നേതാക്കൾ മാത്രമാണ് കാലം അനുസ്മരിക്കുക എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നു. ഓക്കെ, തീർച്ചയായും അത്തരത്തിൽ അനുശോചിക്കുന്നു. ഇപ്പോൾ സുരേഷ് നെടുമങ്ങാട് നമ്മളോടൊപ്പം ചേരുന്നു. സുരേഷ്, എങ്ങനെയാണ് നമ്മൾ VSനെ അനുശോചിക്കുന്നത്? VSന്റെ വിയോഗം കേരള ജനതയ്ക്ക് മാത്രമല്ല തൊഴിലാളി വർഗത്തിന് തന്നെ വളരെ തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തെ പല പ്രാവശ്യം VS സഖാവിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല. ഒരു പ്രയാസവും ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് യാത്രാക്ലേശം വളരെ നല്ല രീതിയിൽ പരിഹരിച്ചിരുന്നു. KSRTC ബസ്സുകളൊക്കെ നിരത്തിലിറക്കി യാത്രാക്ലേശം സാധാരണക്കാരുടെ വാഹനമായ KSRTC സഞ്ചരിക്കാൻ വളരെ ബുദ്ധിമുട്ടില്ലാതെ കഴിയുമായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടം. പിന്നെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം അതിൽ പിടിച്ചു നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം
പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പൊരുതി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എന്റെ ഹൃദയത്തിൽ തൊട്ട സഖാവിന് എന്റെ ആദരാഞ്ജലികൾ. തീർച്ചയായും ഇനിയും VS എന്ന ജനനായകൻ തുടരും. അത് ജനഹൃദയങ്ങളിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ നാമം അലയൊലിയായി ഇങ്ങനെ കേൾക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുന്നേ നമ്മൾ കണ്ടതും ഈ ജനങ്ങൾ എത്രത്തോളമാണ് VSനെ നെഞ്ചിലേറ്റിയത് എന്നുള്ളതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ്. ഹരിദാസ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പ്രേക്ഷകനാണ് ഹരിദാസ്. തത്സമയം ചേരുമ്പോൾ ഇങ്ങനെയാണ് VSനെ ഓർക്കുന്നത്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ VS അച്യുതാനന്ദൻ ഈ ലോകത്തിന്റെ ഒരു ജ്ഞാനമെന്ന് വേണേൽ പറയാം. കർഷകരും കർഷക തൊഴിലാളികളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും സഹായിക്കാനും കൊടുക്കാനും അവർക്ക് വേണ്ടി മുറവിളി കൂട്ടാനും കൊടുക്കാനും എല്ലാം വളരെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വത്തോടു കൂടിയും പ്രവർത്തിച്ച് ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ 100 ലാൽ സലാം നേർന്നിരിക്കുന്നു. അത്തരത്തിൽ VSനെ ഓരോ ഹൃദയങ്ങളും അങ്ങനെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും ചേരുന്നു ശ്രീമതി സുനിത. കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റിന് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് നിന്ന് എങ്ങനെയാണ് VS എന്ന സമര നായകനെ ഓർക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഞാൻ ഏറ്റവും കാണാൻ ആഗ്രഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. പക്ഷെ ഒരിക്കൽ പോലും നേരിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നിരുന്നാലും 1000 തവണ നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ച ഒരു അനുഭവമാണ് നമുക്ക് ഇപ്പോൾ VSനെ ഓർക്കുന്ന ഈ ദിനത്തില് തോന്നുന്നത്. ഏറ്റവും ജീവിതത്തില് ഏറ്റവും താഴെ തട്ടിൽ ജീവിച്ചിരുന്ന, എല്ലാവരും പറയുന്ന പോലെ തന്നെ ചെത്തുതൊഴിലാളികളുടെ, കർഷക തൊഴിലാളികളുടെ, മത്സ്യത്തൊഴിലാളികളുടെ ഒക്കെ കൂടെയായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ ഇത്തരത്തിലുള്ള ഒരാള് ഇനി നമുക്കിനുണ്ടാകുമോ എന്നുള്ളൊരു വേദനയാണ് പങ്കുവെക്കാനുള്ളത്. സഖാവിന് ആത്മശാന്തി നേരുന്നു. ലാൽ സലാം. തീർച്ചയായും നേരിൽ കാണാൻ ആഗ്രഹിച്ച ഒരു നേതാവ്. അദ്ദേഹത്തിൻ്റെ വിയോഗം എത്രത്തോളം ആളുകളെ ദുഃഖത്തിലാഴ്ത്തി, സങ്കടത്തിലാഴ്ത്തി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. 9 മണിക്കൂറോളം പിന്നിടുമ്പോഴും ആകെ 19 കിലോമീറ്റർ മാത്രമാണ് ആ വാഹനത്തിന്, VS എന്ന ആ സമര നേതാവിനെയും വഹിച്ചു കൊണ്ടുവരുന്ന ആ വാഹനത്തിന് മുന്നോട്ട് നീങ്ങാനായുള്ളൂ എന്നത് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. പത്തനാപുരത്ത് നിന്നും ഇപ്പോൾ മണി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മണി, എങ്ങനെയാണ് VS എന്ന ആ 2 അക്ഷരത്തെ നമുക്ക് ഓർത്തെടുക്കാനാവുക? എനിക്ക് ഭയങ്കര സങ്കടമാ സാറ് മരിച്ചതില്. ഞങ്ങൾക്ക് മന്ത്രി ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട്. മന്ത്രി മരിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ വോട്ടിടാൻ സമയം മുതലേ ഞാൻ CPM-ലാണ് ഞാൻ വോട്ടിടുന്നത്. ഞാൻ ചങ്ങറ സമരഭൂമി പോയി സമരം ചെയ്ത് കുറെ പേർക്ക് ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. ഇനി കുറച്ച് പേർക്ക് കൂടെ സ്ഥലം കിട്ടുമെന്ന് ഇനി സംശയമായി. മന്ത്രി സാറില്ലാത്തത് കൊണ്ട് ഇനി ഭൂമി കിട്ടുമെന്ന് ഞങ്ങൾക്ക് സംശയം. സാറ് ഞങ്ങളെ ഇട്ടിട്ട് പോയത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബഹുമാനപ്പെട്ട
സാറ് എന്നേക്കുമായി ഞങ്ങളെ പിരിഞ്ഞു പോയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ അത്യധികം ദുഃഖം നന്ദി പറഞ്ഞുകൊണ്ട് വിടവാങ്ങുന്നു. തീർച്ചയായും VS എന്ന ആ അതുല്യ നായകനെ എങ്ങനെയൊക്കെ ഓർക്കാൻ പറ്റുന്നു. അദ്ദേഹം ഇല്ലാതിരുന്ന ഒരു സമയത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ആലോചിക്കാൻ പറ്റിയിരുന്നില്ല എന്ന് നമ്മളോട് പ്രേക്ഷകർ പ്രതികരിക്കുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ജനങ്ങൾ ആ ഒരു വാഹനത്തിന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്രത്തോളം ആളുകൾ, ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം അനുഗമിക്കുന്നു. നിലവിൽ കല്ലമ്പലത്താണ് ആ വാഹന വ്യൂഹം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ സഹദേവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വൈക്കത്ത് നിന്നാണ്. ശ്രീ സഹദേവൻ, എങ്ങനെയാണ് VS എന്ന ആ രണ്ടക്ഷരത്തെ നമുക്ക് ഓർത്തെടുക്കാനാവുക? സഹദേവനെ ഞാൻ മനസ്സിലാക്കുന്നത് പുള്ളി പ്രധാന പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടിങ്ങോട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വലിയ ധീരമായ സമരങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം നീങ്ങിക്കുന്നത്. ഇവിടെ ഞാൻ ബൈക്കത്ത് വരുമ്പോഴൊക്കെ ഞാൻ പ്രസംഗം കേൾക്കാറുണ്ട്. ഞാൻ ആദ്യമായി കേൾക്കുന്നത് 13ാം പാർട്ടി കോൺഗ്രസ് ആലപ്പുഴ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആണ് ഞാൻ കേൾക്കുന്നത്. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് സമ്മേളനങ്ങൾ പ്രസംഗം കേട്ടിട്ടുണ്ട്. പല ഭാഗത്ത് കേട്ടിട്ടുണ്ട്. കോട്ടയം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കോട്ടയത്ത് സംസാരിക്കുന്നത്. വീണ്ടും നമ്മൾ വൈക്കത്ത് വർഗീയവാദികൾ ഉറഞ്ഞുതുള്ളിയ വൈക്കം ജീവിപുരം ചിമിത്തേരി വിഷയം. ഇന്ന് നയനാരാണ് മുഖ്യമന്ത്രിയായി. നയനാര് മുഖ്യമന്ത്രിയായി ഇവിടെ വന്ന് പ്രസംഗങ്ങളും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകുമ്പോൾ ഇവിടെ വലിയ സംഘർഷങ്ങൾ നടന്നിരിക്കും. അത് കഴിഞ്ഞ് ചെങ്കോട്ടുകോണം സ്വാമി എന്ന് പറഞ്ഞ സ്വാമി വന്ന് ഇവിടെ വർഗീയ വിഷങ്ങൾ തുപ്പുകയും ആ പ്രശ്നത്തോടു കൂടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സഖാവ് VS അന്ന് പ്രതിപക്ഷ നേതാവല്ല, സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്ത് നയനാര് മുഖ്യമന്ത്രിയായി. ഇവിടെ വന്ന് സ്വാമിക്കെതിരെയും RSSനെതിരെയായിട്ടും രൂക്ഷമായ വിമർശനം നടത്തി ഒരാഴ്ചക്കുള്ളിൽ പ്രശ്നം തീർക്കണമെന്നും പറഞ്ഞു SNDP പുള്ളി അവിടെ വെച്ച് ആഹ്വാനം ചെയ്തു. അത് കഴിഞ്ഞ് ഉടനടി തന്നെ ആ വിഷയം തീരുകയും ചെയ്തു. വലിയ വിഷയങ്ങളുണ്ടായ സംഭവമായിരുന്നു. റോഡ് മാർച്ച് വരെ നടത്തുകയും ചെയ്ത് CRF ഇറങ്ങി പ്രശ്നങ്ങളുണ്ടായ സമയമായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ധീരമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനും പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടുപോകണമെന്നും ആഹ്വാനം ചെയ്യുകയും ചെയ്തു പ്രവർത്തനം നടത്തി. ഒരു ഭാഗത്ത് പറയുമ്പോൾ വിഭാഗീയ പ്രവർത്തനമെന്നും പറഞ്ഞ് ഔദ്യോഗിക എന്ന് പറയുന്ന ആൾക്കാർ തള്ളിക്കളയുകയും അതിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണെന്ന് പറയുകയെങ്കിലും ഒരിക്കലും VS പാർട്ടിയെ തള്ളി പറയാനും അതിന് മുതിരുകയോ ചെയ്തിട്ടില്ല. എല്ലാം പാർട്ടിക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നിലകൊള്ളുകയായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരം പോകണമെങ്കിൽ അന്ന് പാർട്ടി സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ പറ്റില്ല എന്നൊരു പിടിവാശി പിടിക്കുകയും ആ സമയത്ത് അദ്ദേഹത്തിന് പാർട്ടി വേണമെങ്കിൽ വിടാമായിരുന്നു. അന്നും അദ്ദേഹം പാർട്ടി വിട്ടില്ല. ആ പാർട്ടിയെ ചങ്കോട് ചേർത്തുകൊണ്ട് അദ്ദേഹം ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് നയിച്ചു. ഇന്ന് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കെട്ടിപ്പടുത്ത അവസാനത്തെ കണ്ണിയാണ് ഇന്നിപ്പോ നഷ്ടപ്പെട്ടത്. ആ സഖാവിനെ ഇന്ന്
ജനങ്ങൾ കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കേരള വിഷൻ വെച്ചാണ് കൂടുതലും കാണുന്നത്. നിഷ്പക്ഷമായ വാർത്തകളും കാര്യങ്ങളും കേരള വിഷൻ കൊടുക്കാറുണ്ട് അല്ലെ. എന്നാൽ ഈ സമയത്തും ഈ VS-നെ പൊടുത്തിപ്പറയുകയും പ്രസ്ഥാനത്തെയും മറ്റുള്ളവരെയും താഴ്ത്തിപ്പറയുന്ന ചാനലുകൾ ഈ അടുത്ത ഇന്നലെയും ഇന്നും ഉണ്ടായിട്ടുണ്ട്. ആ രീതിയിലൊന്നും കേരള വിഷൻ താന്നിട്ടില്ല, താഴ്ത്തില്ല എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ VS ഒരു മഹാഭാഗ്യം ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം കൊച്ചുനാളിൽ അമ്മ മരിക്കുകയും അച്ഛൻ മരിക്കുകയും ചേട്ടന്റെ കൂടെ തയ്യൽ ജോലിക്ക് പോവുകയും അതിൽ നിന്ന് പിന്നീട് കയർ ഫാക്ടറി പോവുകയും ആ മേഖലകളിൽ പ്രവർത്തിച്ചു. ഇന്ന് 7ാം ക്ലാസ് വരെ പഠിച്ചു. ഇന്ന് ഈ നിലയിൽ വരെ എത്താൻ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായും മുഖ്യമന്ത്രിയായും പ്രവർത്തിക്കാൻ അദ്ദേഹം സാധിച്ച ആ വലിയ ഒരു മനസ്സും ഭാഗ്യവും ആണത്. അദ്ദേഹത്തിന്റെ ദീർഘമായ വീക്ഷണങ്ങളും തീക്ഷ്ണമായ ബുദ്ധിയും ശക്തിയും കൊണ്ട് അദ്ദേഹം ഈ രംഗത്ത് നിൽക്കുകയും ഈ ജനങ്ങളെ ആകെ അവരുടെ ഉള്ളിലോട്ട് തന്നെ കടത്തി വിട്ടുകൊണ്ട് ഒരു ആരാധന മൂർത്തിയായി അദ്ദേഹം തീരുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മകൻ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു തണലായും താങ്ങായും ഒരു മകനാണ്. അദ്ദേഹത്തിന്റെ ആ നിൽക്കും കണ്ടാൽ നമുക്ക് ഭയങ്കര സങ്കടം. വർഷങ്ങളായിട്ട് ഇത് സുഖമില്ലാഞ്ഞിട്ടും ഒരച്ഛൻ